ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പ്രഭാവതി അമ്മയ്ക്ക് ഈ പെട്ടി കാണുമ്പോഴേ എന്തോ ഒരു തരം ഭയമാണ്. ഇന്നലെ ഇതിൽ നിന്നും പ്രത്യേകതരം ഒരു ശബ്ദം വരുന്നത്. അതേസമയം പ്രഭാവതി അമ്മ ആ പെട്ടി തുറക്കാൻ നോക്കുന്നതുമാ ഞാൻ കണ്ടത്. ഞങ്ങളെ കണ്ടയുടൻ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളോട് വർത്തമാനം പറയാനായി വരികയുമുണ്ടായി. എനിക്കുറപ്പാ ഇതിൽ എന്തോ രഹസ്യമുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന ഗോപിനാഥ് മനസ്സിൽ പറയുകയാണ്, പാർവതി വളരെ ശ്രദ്ധാലു തന്നെയാണ്. എന്താണെങ്കിലും ഇവളെല്ലാം കണ്ടെത്തിയിരിക്കും. തുടർന്ന് പാറു പറയുകയാണ്, എന്താണെങ്കിലും ഞങ്ങള് ദേവമ്മയുടെ ഗ്രാമമായ ലക്ഷ്മീപുരത്തേക്ക് യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും പാറു പറയുമ്പോ ഗോപിനാഥ് ചോദിക്കുകയാണ്, അല്ല എന്തായിരിക്കും പ്രഭാവതിക്ക് ആ ബോക്സ് കാണുമ്പോൾ ഇത്ര പരിഭ്രാന്തി? അതൊന്നും എനിക്കറിയില്ല അച്ഛാ. എന്താണെങ്കിലും ഗായത്രിയമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം ഞാൻ കണ്ടെത്തിയിരിക്കും. ഗായത്രിയമ്മയെ കൊന്നവരെല്ലാം തന്നെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുകയും ചെയ്യും. അത്രയും പറഞ്ഞുകൊണ്ട് പാറു അകത്തേക്ക് പോകുമ്പോൾ പാറുവിനോട് സൂക്ഷിക്കണം എന്ന് പറയുകയാണ് ഗോപിനാഥ്. പിന്നീട് കാണിക്കുന്നത് വിശാല് തന്റെ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതേസമയം പാറു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് വരികയാണ്. സമയം എത്രയായെന്ന് പാറു ചോദിക്കുമ്പോൾ 2:10 വിശാല് പറയുന്നു. ഇത്ര നേരമായിട്ടും വിശാൽ സാറ് എന്താ ഉറങ്ങാഞ്ഞതെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, അത് പിന്നെ ഞാനേ കൈരേഖാ ശാസ്ത്രത്തെക്കുറിച്ച് ഒന്ന് നോക്കി വെക്കുകയായിരുന്നു. നമ്മൾ ലക്ഷ്മീപുരത്ത് എന്നാൽ എന്താണെങ്കിലും അമ്മയുടെ വിരലടയാളം കിട്ടും, അത് ഉറപ്പുള്ള കാര്യമാ. ചിലപ്പോ അത് ഏതെങ്കിലും രേഖയിലാകും. അങ്ങനെ കിട്ടിയാൽ അത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കുകയായിരുന്നു ഞാൻ. എന്നിട്ട് എന്തായെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട്, തനിക്ക് കാണിച്ചു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് വിശാല് പാറുവിനൊരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഇങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിശാല് പറയുമ്പോൾ സമ്മതം പറയുകയാണ് പാറുവും. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ അടുത്തേക്ക് കുറെ കവറുകളുമായി ചെല്ലുന്നു വിശാലിനെയാണ്. എന്താ ഇതൊക്കെയെന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ്, അതെ, നമ്മൾ അമ്മയുടെ നാട്ടിലേക്കാ പോകുന്നത്. അവിടെ എല്ലാവരും തന്നെയും എന്നെയും കാത്തു നിൽക്കുകയായിരിക്കും. ഗായത്രിയമ്മയുടെ മരുമകൾക്ക് ഒരു കുറവും വേണ്ടെന്ന് കരുതി ഞാൻ കുറെ പട്ടുസാരി വാങ്ങി, അത്ര തന്നെ. ഇങ്ങനെ കാശൊന്നും പാഴാക്കേണ്ട ഒരാവശ്യവുമില്ലായിരുന്നെന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ്, എടോ, ഇത് ഞാൻ തനിക്ക് മനസ്സ് നിറഞ്ഞ് വാങ്ങിത്തന്ന സമ്മാനമാണ്. ശരി, സാരി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ എന്ന് പാറു പറയുമ്പോൾ വിശാല് പറയുകയാണ്, അത് തുറക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഗെയിമുണ്ട്. താനെ ആ ബോക്സ് തുറക്കുന്നതിന് മുമ്പ് അതിന്റെ ഉള്ളിലെ സാരിയുടെ കളർ എന്താണെന്ന് ഗസ് ചെയ്ത് പറയണം. അങ്ങനെ പാറു സാരിയുടെ കളറ് പച്ചയെന്നാണ് പറയുന്നതെങ്കിലും സാരിയുടെ നിറം അതായിരുന്നില്ല. അങ്ങനെ വിശാല് പറഞ്ഞ ചലഞ്ചിലെ പോലെ വിശാലിന് ഉമ്മ കൊടുക്കുകയാണ് പാർവതി. പിന്നീട് കാണിക്കുന്നത് വിശാല് പറഞ്ഞത് കണക്ക് പാറു ബാക്കിയുള്ളവർക്കെല്ലാം സാരിയുമായി ചെല്ലുന്നതാണ്. ആദ്യം പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. പല്ലവി സാരികളെല്ലാം നോക്കിയിട്ട് വിശാല് പാറുവിന് വാങ്ങിയ സാരി എടുത്ത് പറയുകയാണ്, എനിക്ക് ഇത് മതി. അതുമോളെ, ഇതെനിക്ക് വിശാൽ സാറ് സമ്മാനമായി തന്നതാണ്. നീ വേറെ ഏതെങ്കിലും എടുക്കാൻ പാറു പറയുന്നുണ്ടെങ്കിലും പല്ലവി തനിക്കത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുകയാണ്. ഒടുവിൽ പാറു അത് പല്ലവിക്ക് കൊടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മീപുരം ഗ്രാമമാണ്. ഗായത്രിയമ്മയുടെ വീടും പരിസരവും വൃത്തിയാക്കാനായി ആൾക്കാരെയും കൊണ്ടെത്തിയിരിക്കുകയാണ് ഒരാള്. അയാള് നേരെ ചെന്ന് വീട് തുറക്കുകയാണ്. ഇന്ന് തന്നെ ഇവിടെ മുഴുവൻ വൃത്തിയാക്കണം. എപ്പോ വേണമെങ്കിലും ഗായത്രിയമ്മയുടെ ഭർത്താവും കുടുംബവും ഇങ്ങോട്ടേക്ക് എത്താം. ഗായത്രിയമ്മ ഉണ്ടായിരുന്നപ്പോ സ്വർഗം പോലെ ഉണ്ടായിരുന്ന വീടായത്. അമ്മ പോയതോടെ എല്ലാം കഴിഞ്ഞു. ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. ഇടയ്ക്കൊക്കെ ഗോപി സാറ് വരുമായിരുന്നു. ഇപ്പോ ഗോപി സാറ് വന്നിട്ടും വർഷങ്ങൾ കുറേയാകുന്നു. ശരിക്കും ഗായത്രിയമ്മ ഇവിടെയുള്ളവർക്ക് ദൈവത്തെ പോലെ ആയിരുന്നു. അവരിവിടെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ കോടതിയും നിയമവും എല്ലാം തന്നെ ഇവർ തന്നെ ആയിരുന്നു. ഗായത്രിയമ്മയുടെ നഷ്ടം ഈ നാടിന്റെ തന്നെ നഷ്ടമാണ്. എന്താണെങ്കിലും പണി നടക്കട്ടെ എന്ന് അയാൾ പറയുന്നു. അതേസമയം ഗായത്രി വില്ലയില് ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് പാറു. അമ്മേ, അമ്മ ജനിച്ചു വളർന്ന അമ്മയുടെ നാട്ടിലേക്ക് അമ്മയുടെ മരുമകളായി ഞാൻ പോകാൻ ഇറങ്ങുകയാണ്. പിന്നെ ഈ യാത്രയ്ക്ക് മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം കൂടിയുണ്ട്. അമ്മയെ ലോകത്തു നിന്ന് ഇല്ലാതാക്കിയത് ആരാണെങ്കിലും അവരെല്ലാം ഞാൻ കണ്ടെത്തിയിരിക്കും. അവരോട് എനിക്ക് പ്രതികാരം വീട്ടണം. അവർക്ക് തക്കതായ ശിക്ഷ ഞാൻ വാങ്ങിക്കൊടുത്തിരിക്കും. ഇതൊക്കെ കേൾക്കുന്ന പ്രഭാവതി ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. അമ്മ എന്നെ സഹായിക്കണം, എനിക്ക് കൂട്ടായി അമ്മ എപ്പോഴും ഉണ്ടാകണമെന്നും പാറു പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന വിശാല് പറയുകയാണ്, പാർവതി, നിന്റെ ആഗ്രഹവും ലക്ഷ്യവും എന്താണെങ്കിലും അമ്മ നടത്തി തന്നിരിക്കും. ഇത് കേൾക്കുന്ന പാറു പുഞ്ചിരിയോടെ വിശാലിനെ നോക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.